അധ്യായം 43. എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. അവർ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട്, നിങ്ങൾ ഇനിയും പോയി കുറെ ആഹാരം കൊള്ളുവേനെന്ന് പറഞ്ഞു. അതിന് യെഹൂദ അവനോട് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോടുകൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം. അയക്കാഞ്ഞാലോ ഞങ്ങൾ പോകയില്ല. നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ല എങ്കിൽ നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കിനിയും ഒരു സഹോദരൻ ഉണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ദോഷം വരുത്തിയത് എന്തിനെന്ന് ഇസ്രായേൽ പറഞ്ഞു. അതിനവർ, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ, നിങ്ങൾക്കിനിയും ഒരു സഹോദരൻ ഉണ്ടോ എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താല്പര്യമായി ചോദിച്ചതുകൊണ്ട് ഞങ്ങളിതൊക്കെയും അറിയിക്കേണ്ടി വന്നു. നിങ്ങളുടെ സഹോദരനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരുവേനെന്ന് അദ്ദേഹം പറയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെന്ന് പറഞ്ഞു. പിന്നെ യെഹൂദ തൻ്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത്, ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലിനെ എന്നോടുകൂടെ അയക്കണം. എന്നാൽ ഞങ്ങൾ പോകാം. ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിരിക്കാം. നീ അവനെ എൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കണം. ഞാൻ അവനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ നിൻ്റെ മുമ്പിൽ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ സദാകാലം നിനക്ക് കുറ്റക്കാരനായി കൊള്ളാം. ഞങ്ങൾ താമസിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം പോയി വരുമായിരുന്നു. അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രായേൽ അവരോട് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുവേൻ. നിങ്ങളുടെ പാത്രങ്ങളിൽ കുറേ സുഗന്ധപ്പശ, കുറേ തേൻ, സാമ്പ്രാണി, സന്നിനായകം, ബോടനണ്ടി, ബദാമണ്ടി എന്നിങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കളിൽ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെപ്പേൻ. ഇരട്ട് ദ്രവ്യവും കയ്യിൽ എടുത്തുകൊള്ളുവേൻ. നിങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ മടങ്ങി വന്ന ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുവേൻ. പക്ഷേ അത് കൈമറച്ചിലായിരിക്കും. നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വീണ്ടും ചെല്ലുവേൻ. അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളോടുകൂടെ അയക്കേണ്ടതിന് സർവ്വശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ. എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ. അങ്ങനെ അവർ ആ കാഴ്ചയും ഇരട്ട് ദ്രവ്യവും എടുത്ത് ബെന്യാമീനെയും കൂട്ടി പുറപ്പെട്ടു. മിസ്രൈമിൽ ചെന്ന യോസേഫിന് മുൻപിൽ നിന്നു. അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തൻ്റെ ഗൃഹവിചാരകനോട്, നീ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാം. അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകിയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. യോസേഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അവരെ യോസേഫിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. തങ്ങളെ യോസേഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകിയാൽ അവർ ഭയപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യ നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതുകളെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അവർ യോസേഫിൻ്റെ ഗൃഹവിചാരകൻ്റെ അടുക്കൽ ചെന്ന് വീട്ടുവാതിൽക്കൽ വെച്ച് അവനോട് സംസാരിച്ചു. യജമാനനെ, ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു. ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്കഴിച്ചപ്പോൾ ഓരോരുത്തരുടെ ദ്രവ്യം മുഴുവനും അവനവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചത് ആരെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അതിനവൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ശിമയോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. പിന്നെ അവൻ അവരെ യോസേഫിൻ്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു. അവർ കാലുകളെ കഴുകി. അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു. ഉച്ചയ്ക്ക് യോസേഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ചയൊരുക്കി വെച്ചു. തങ്ങൾക്ക് ഭക്ഷണം അവിടെയെന്ന് അവർ കേട്ടിരുന്നു. യോസേഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്ത് കൊണ്ടുവന്ന് അവൻ്റെ മുൻപാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അവൻ അവരോട് കുശലപ്രശ്നം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ, നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നു, അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവർ, ഞങ്ങളുടെ അപ്പനായ നിൻ്റെ അടിയാന സുഖം തന്നെ, അവൻ ജീവനോടിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു കുനിഞ്ഞു നമസ്കരിച്ചു. പിന്നെ അവൻ തലയുയർത്തി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവനെന്ന് ചോദിച്ചു. ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. അനുജനെ കണ്ടിട്ട് യോസേഫിൻ്റെ മനസ്സുരുകിയത് കൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട സ്ഥലം അന്വേഷിച്ച് അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവിനെന്ന് കൽപ്പിച്ചു. അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമർക്ക് പ്രത്യേകവും കൊണ്ടുവന്ന് വെച്ചു. മിസ്രൈമർ അബ്രാരോടുകൂടെ ഭക്ഷണം കഴിക്കുകയില്ല. അത് മിസ്രൈമർക്ക് വെറുപ്പാകുന്നു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവൻ്റെ മുൻപാകെ ഇരുത്തി. അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു. അവൻ തൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു. ബെന്യാമിൻ്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ 5 ഇരട്ടിയായിരുന്നു. അവർ പാനം ചെയ്ത് അവനോടുകൂടെ ആഹ്ലാദിച്ചു. അധ്യായം 44. അനന്തരം അവൻ തൻ്റെ ഗൃഹവിചാരകനോട്, നീ ഇവരുടെ ചാക്കിൽ പിടിപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വെക്കുക. ഇളയവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വെള്ളി കൊണ്ടുള്ള എൻ്റെ പാനപാത്രവും അവൻ്റെ ധാന്യവിലയും വെക്കുക എന്ന് കൽപ്പിച്ചു. യോസേഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. നേരം വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവർ യാത്ര അയച്ചു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുമ്പേ യോസേഫ് തൻ്റെ ഗൃഹവിചാരകനോട്,
എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക. ഒപ്പം എത്തുമ്പോൾ അവരോട്, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എന്ത്? അതിലല്ലയോ എൻ്റെ യജമാനൻ കുടിക്കുന്നത്? അതിനാലല്ലയോ ലക്ഷണം നോക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തതൊട്ടും നന്നല്ല എന്ന് പറക എന്ന് കൽപ്പിച്ചു. അവൻ അവരുടെ അടുക്കൽ എത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു. അവർ അവനോട് പറഞ്ഞത്, യജമാൻ ഇങ്ങനെ പറയുന്ന എന്ത്? ഈ കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല. ഞങ്ങൾ ചാക്കിൻ്റെ വായ്ക്കൽ കണ്ട ദ്രവ്യം ഞങ്ങൾ കനാൻ ദേശത്ത് നിന്ന് നിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ. പിന്നെ ഞങ്ങൾ നിന്റെ യജമാനൻ്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കുമോ? അടിയങ്ങൾ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ അവൻ മരിക്കട്ടെ, ഞങ്ങളും യജമാൻ അടിമകളായി കൊള്ളാം. അതിനവൻ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ. അത് ആരുടെ പക്കൽ കാണുന്നുവോ അവനെനിക്ക് അടിമയാകും. നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും. അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി. ഓരോരുത്തൻ താന്നാൻ്റെ ചാക്ക് കഴിച്ചു. അവൻ മൂത്തവൻ്റെ ചാക്ക് തുടങ്ങി ഇളയവൻ്റേത് വരെ ശോധന കഴിച്ചു. ബെന്യാമിൻ്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു. അപ്പോൾ അവർ വസ്ത്രം കീറി ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങി ചെന്നു. യഹൂദായും അവൻ്റെ സഹോദരന്മാരും യോസേഫിൻ്റെ വീട്ടിൽ ചെന്നു. അവൻ അതുവരെയും അവിടെ തന്നെ ആയിരുന്നു. അവർ അവൻ്റെ മുൻപാകെ സാഷ്ടാംഗം വീണു. യോസേഫ് അവരോട്, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത്? എന്നെപ്പോലുള്ള ഒരുത്തിന് ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് യഹൂദ, യജമാനോട് ഞങ്ങൾ എന്ത് പറയേണ്ടു? എന്ത് ബോധിപ്പിക്കേണ്ടു? എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ഇതാ ഞങ്ങൾ യജമാൻ അടിമകൾ. ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടോ അവനും തന്നെയെന്ന് പറഞ്ഞു. അതിനവൻ, അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യുകയില്ല. ആരുടെ പക്കൽ പാത്രം കണ്ടോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും. നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പനടുക്കൽ പോയിക്കൊള്ളുവേനെന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ അടുത്തേന്ന് പറഞ്ഞത്, യജമാനനെ അടിയൻ യജമാനോടൊന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. അടിയൻ്റെ നേരെ കോപം ജ്വലിക്കരുതേ. യജമാനൻ ഫറവോനെ പോലെയല്ലോ. നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു. അതിന് ഞങ്ങൾ യജമാനനോട്, ഞങ്ങൾക്ക് വൃദ്ധനായ അപ്പനും അവൻ്റെ വാർദ്ധക്യത്തിൽ ജനിച്ചൊരു മകനുമുണ്ട്. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവൻ്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തിനെ ശേഷിപ്പുള്ളൂ. അവൻ അപ്പൻ നിഷ്ഠനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ അടിയങ്ങളോട്, എനിക്ക് കാണേണ്ടതിന് അവൻ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുവിനെന്ന് കൽപ്പിച്ചുവല്ലോ. ഞങ്ങൾ യജമാനനോട്, ബാലനപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതിന് യജമാനൻ അടിയങ്ങളോട്, നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോട് കൂടെ വരാതിരുന്നാൽ നിങ്ങളെൻ്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കൽപ്പിച്ചു. അവിടുത്തെ അടിയാനെ അപ്പനടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനൻ്റെ വാക്കുകളെ അറിയിച്ചു. അനന്തരം ഞങ്ങളുടെ അപ്പൻ, നിങ്ങൾ ഇനിയും പോയി കുറേ ദാനം നമുക്ക് കൊള്ളുവേനെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്ക് പോയി കൂടാ. അനുജൻ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം. അനുജനില്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അടിയാനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത്, എൻ്റെ ഭാര്യ എനിക്ക് 2 പുത്രന്മാരെ പ്രസവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരിൽ ഒരുത്തൻ്റെ അടുക്കൽ നിന്ന് പോയി. അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയമെന്ന് ഞാൻ ഉറച്ചു. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയാനായ അപ്പനടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കുകയുണ്ട്. ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയാനായ അപ്പൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അടിയൻ അപ്പനോട്, അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാനെന്നും അപ്പനെ കുറ്റക്കാരനായിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പനോട് ബാലന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ആകയാൽ ബാലന് പകരം അടിയൻ യജമാൻ അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരുടെ കൂടെ പോയിക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെയില്ലാതെ ഞാനെങ്ങനെ അപ്പൻ്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. അധ്യായം 45. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുൻപിൽ തന്നെത്താൻ അടക്കുവാൻ വയ്യാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിനെന്ന് യോസേഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രൈമ്യരും ഫറവോൻ്റെ ഗൃഹവും അത് കേട്ടു. യോസേഫ് സഹോദരന്മാരോട്, ഞാൻ യോസേഫ് ആകുന്നു. എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നദ്ധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്ത് വരുവിനെന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫാകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയുമാക്കിയിരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പനടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ മകനായ യോസേഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രൈമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരണം. നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ.
നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമം ഇനിയും 5 സംവത്സരം നിൽക്കും. ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാൽ കാണുന്നുവല്ലോ. മിസ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. എൻ്റെ അപ്പനെ വേഗത്തിലിവിടെ കൊണ്ടുവരികയും വേണം. അവൻ തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ചു കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിനുശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. യോസേഫിൻ്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോൻ്റെ അരമനയിലെത്തി. അത് ഫറവോനും അവൻ്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി. ഫറവോൻ യോസേഫിനോട് പറഞ്ഞത്, നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ട എന്തെന്നാൽ, നിങ്ങൾ ഇത് ചെയ്യുവേൻ. നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് എന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവേൻ. ഞാൻ നിങ്ങൾക്ക് മിസ്രയീം രാജ്യത്തിലെ നന്മ തരും. ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും. നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു. ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിസ്രയീം ദേശത്ത് നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റിക്കൊണ്ട് വരണം. നിങ്ങളുടെ സാമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട. മിസ്രയീം ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു. ഇസ്രായേലിൻ്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു. യോസേഫ് അവർക്ക് ഫറവോൻ്റെ കൽപ്പനപ്രകാരം രഥങ്ങൾ കൊടുത്തു. വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു. അവരിൽ ഓരോരുത്തന് ഓരോ വസ്ത്രവും ബെന്യാമീനോ 300 വെള്ളിക്കാശും 5 വസ്ത്രവും കൊടുത്തു. അങ്ങനെ തന്നെ അവൻ തൻ്റെ അപ്പന് 10 കഴുതപ്പുറത്ത് മിസ്രൈമിലെ വിശേഷ സാധനങ്ങളും 10 പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവിന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു. അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്ര അയച്ചു. അവർ പുറപ്പെടുമ്പോൾ, നിങ്ങൾ വഴിയിൽ വെച്ച് ചണ്ട കൂട്ടരുതെന്ന് അവരോട് പറഞ്ഞു. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിൻ്റെ അടുക്കലെത്തി. അവനോട്, യോസേഫ് ജീവനോടിരിക്കുന്നു. അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു. ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. അധ്യായം 46. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബേർശേബയിലെത്തി. തൻ്റെ പിതാവായ ഇസാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ, യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട. അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും. ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസേഫ് സ്വന്തം കൈ കൊണ്ട് നിന്നെ കണ്ണടയ്ക്കുമെന്ന് അരുളി ചെയ്തു. പിന്നെ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ടു. ഇസ്രായേലിൻ്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി. അങ്ങനെ യാക്കോബും സന്തതികളും എല്ലാം മിസ്രൈമിലെത്തി. അവൻ തൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും തൻ്റെ സന്തതികളെയൊക്കെയും കൂട്ടി മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്: യാക്കോബും അവൻ്റെ പുത്രന്മാരും. യാക്കോബിൻ്റെ ആദിജാതനായ രൂബേൻ. രൂബേൻ്റെ പുത്രന്മാർ ഹനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി. ശിമയോൻ്റെ പുത്രന്മാർ യെമുവേൽ, യാമീൻ, ഓഹദ്, യാഹീൻ, സോഹർ, കനാനിക്കാരത്തിയുടെ മകനായ ശൗൽ. ലേവിയുടെ പുത്രന്മാർ ഗർശോൻ, കഹാത്ത്, മെരാരി. യഹൂദയുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ശേല, പേരസ്, സേരഹ്. എന്നാൽ ഏർ, ഓനാൻ എന്നിവർ കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. ഇസാക്കാറിൻ്റെ പുത്രന്മാർ തോല, പുവ, യോബ്, ശിമ്രോൻ. സെബൂലൂൻ്റെ പുത്രന്മാർ സേരദ്, ഏലോൻ, എഹ്ളയേൽ. ഇവർ ലെയായുടെ പുത്രന്മാർ. അവൾ അവരെയും യാക്കോബിൻ്റെ മകളായ ദീനായെയും അവന് പതിരാമിൽ വെച്ച് പ്രസവിച്ചു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരുമെല്ലാം കൂടെ 33 പേരായിരുന്നു. ഗാദിൻ്റെ പുത്രന്മാർ സിഫ്യോൻ, ഹഗ്ഗി, ശൂനി, എസ്ബോൻ, ഏരി, അരോദി, അരേലി. ആശേറിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇശ്വ, ഇശ്വി, ബെരിയ. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാവിൻ്റെ പുത്രന്മാർ ഹേബർ, മൽക്കിയേൽ. ഇവർ ലാബാൻ തൻ്റെ മകളായ ലേയയ്ക്ക് കൊടുത്ത സിൽപ്പായുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഈ 16 പേരെ പ്രസവിച്ചു. യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ പുത്രന്മാർ യോസേഫ്, ബെന്യാമീൻ. യോസേഫിന് മിസ്രൈം ദേശത്ത് മനേശയും എഫ്രൈമും ജനിച്ചു. അവരെ ഓലിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകളായ ആസനത്ത് അവന് പ്രസവിച്ചു. ബെന്യാമീൻ്റെ പുത്രന്മാർ ബേല, ബേഗർ, അഷ്ബേൽ, ഗെര, നാമാൻ, ഏഹി, രോശ്, മുപ്പീം, ഹുപ്പീം, ആരേദ്. ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ. എല്ലാം കൂടെ 14 പേർ. ദാൻ്റെ പുത്രന്മാർ ഹൂശീം. നഫ്താലിയുടെ പുത്രന്മാർ യഹസേൽ, ഗൂനി, യേസർ, ശില്ലേം. ഇവർ ലാബാൻ തൻ്റെ മകളായ റാഹേൽ കൊടുത്ത ബിൽഹായുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് വരെ പ്രസവിച്ചു. എല്ലാം കൂടെ 7 പേർ. യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവൻ്റെ കടുപ്രദേശത്ത് നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിസ്രൈമിൽ വന്നവർ ആകെ 66 പേർ. യോസേഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രൈമിൽ വന്നവരായ യാക്കോബിൻ്റെ കുടുംബമാകെ 70 പേർ.
എന്നാൽ ഗോശനിലേക്ക് യോസേഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദായെ അവനെടുക്കൽ മുമ്പിട്ടയച്ചു. ഇങ്ങനെ അവർ ഗോശൻ ദേശത്തെത്തി. യോസേഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഇസ്രായേൽ യോസേഫിനോട്, നീ ജീവനോടിരിക്കുന്നുവെന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നെ യോസേഫ് സഹോദരന്മാരോടും അപ്പൻ്റെ കുടുംബത്തോടും പറഞ്ഞത്, ഞാൻ ചെന്ന് ഫറവോനോട് കനാൻ ദേശത്ത് നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവെന്ന് അറിയിക്കും. അവർ ഇടയന്മാരാകുന്നു. കന്നുകാലികളെ മേയ്ക്കുന്നത് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും. അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്ന് വരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാർ ആകുന്നുവെന്ന് പറവേൻ. എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർപ്പാൻ സംഗതിയാകും. ഇടയന്മാരെല്ലാം മിസ്രൈമ്യർക്ക് വെറുപ്പല്ലോ. അധ്യായം 47. അങ്ങനെ യോസേഫ് ചെന്ന് എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്ത് നിന്ന് വന്നു ഗോശൻ ദേശത്തിരിക്കുന്നുവെന്ന് ഫറവോനെ ബോധിപ്പിച്ചു. പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരിൽ 5 പേരെ കൂട്ടിക്കൊണ്ട് ചെന്നു ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി. അപ്പോൾ ഫറവോൻ അവൻ്റെ സഹോദരന്മാരോട്, നിങ്ങളുടെ തൊഴിൽ എന്തെന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട്, അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാർ ആകുന്നുവെന്ന് പറഞ്ഞു. ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. കനാൻ ദേശ ക്ഷാമം കഠിനമായിരിക്കാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല. അടിയങ്ങൾ ഗോശൻ ദേശത്ത് പാർത്തുകൊള്ളട്ടെ എന്നും അവർ ഫറവോനോട് പറഞ്ഞു. ഫറവോൻ യോസേഫിനോട്, നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ. മിസ്രൈം ദേശം നിന്റെ മുൻപാകെ ഇരിക്കുന്നു. ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കാം. അവർ ഗോശൻ ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ. അവരിൽ പ്രാപ്തന്മാരുണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എൻ്റെ ആടുമാടുകളുടെ മേൽ വിചാരകന്മാരാക്കി വെക്കുക എന്ന് കൽപ്പിച്ചു. യോസേഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അകത്ത് കൊണ്ടുചെന്നു. അവനെ ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട്, എത്ര വയസ്സായെന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. അനന്തരം യോസേഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കൂടി പാർപ്പിച്ചു. ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിസ്രൈം ദേശത്തിലേക്കും നല്ല ഭാഗമായ രമേസസ് ദേശത്ത് അവകാശവും കൊടുത്തു. യോസേഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പൻ്റെ കുടുംബത്തെയൊക്കെയും കുഞ്ഞുകുട്ടികൾ എണ്ണത്തിനൊത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു. എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നത് കൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി. മിസ്രൈം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു. ജനങ്ങൾ വാങ്ങിയ ദാനത്തിന് വിലയായി യോസേഫ് മിസ്രൈം ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു. പണം യോസേഫ് ഫറവോന്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു. മിസ്രൈം ദേശത്തും കനാൻ ദേശത്തും പണമില്ലാതെ ആയപ്പോൾ മിസ്രൈമിലൊക്കെയും യോസേഫിനടുക്കൽ ചെന്ന്, ഞങ്ങൾക്ക് ആഹാരം തരേണം, ഞങ്ങൾ നിന്റെ മുമ്പിൽ കിടന്ന് മരിക്കുന്ന എന്തിന്, പണം തീർന്നുപോയെന്ന് പറഞ്ഞു. അതിന് യോസേഫ്, നിങ്ങളുടെ ആടുമാടുകളെ തരുവേൻ, പണം തീർന്നുപോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസേഫിനടുക്കൽ കൊണ്ടുവന്നു. കുതിര, ആട്, കന്നുകാലി, കഴുത എന്നിവയെ യോസേഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു. ആയാണ്ടിൽ അവരുടെ കന്നുകാലികളെല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവർ രക്ഷിച്ചു. ആ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഞങ്ങളുടെ പണം ചെലവായി, മൃഗക്കൂട്ടങ്ങളും യജമാനു ചേർന്നു. ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളും അല്ലാതെ യജമാനൻ്റെ മുൻപാകെ ഒന്നും ശേഷിപ്പില്ല എന്നുള്ളത് യജമാനെ ഞങ്ങൾ മറക്കുന്നില്ല. ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിന് മുമ്പിൽ എന്തിനു നശിക്കുന്നു? നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങണം. ഞങ്ങൾ നിലവുമായ ഫറവോന് അടിമകളാകട്ടെ. ഞങ്ങൾ മരിക്കാതെ ജീവനോടെ ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരണം. അങ്ങനെ യോസേഫ് മിസ്രൈമിലെ നിലമൊക്കെയും ഫറവോന് വിലയ്ക്ക് വാങ്ങി. ക്ഷാമം പ്രബലപ്പെടുകൊണ്ട് മിസ്രൈമ്യർ തങ്ങളുടെ നിലം വിറ്റു. നിലമെല്ലാം ഫറവോനായി. ജനങ്ങളെയോ അവൻ മിസ്രൈം ദേശത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലേക്ക് കുടിനീക്കി പാർപ്പിച്ചു. പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല. പുരോഹിതന്മാർക്ക് ഫറവോൻ അവകാശം കൽപ്പിച്ചിരുന്നു. ഫറവോൻ അവർക്ക് കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല. യോസേഫ് ജനങ്ങളോട്, ഞാനിന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് വിത്തിത, നിലം വിതച്ചു കൊള്ളുവേൻ. വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഫറവോന് 5-1 കൊടുക്കണം. 4 ഓഹരിയോ വിത്തിന് വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവർ, നീ ഞങ്ങളെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു. യജമാന് ഞങ്ങളോട് ദയയുണ്ടായാൽ മതി. ഞങ്ങൾ ഫറവോന് അടിമകളായിക്കൊള്ളാമെന്ന് പറഞ്ഞു. 5-1 ഫറവോന് ചെല്ലണമെന്നിങ്ങനെ യോസേഫ് മിസ്രൈമിലെ നിലങ്ങളെ സംബന്ധിച്ച് വെച്ച ചട്ടം ഇന്നുവരെയും നടപ്പാകുന്നു. പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോന് ചേർന്നിട്ടില്ല. ഇസ്രായേൽ മിസ്രൈം രാജ്യത്തിലെ ഗോശൻ ദേശത്ത് പാർത്തു. അവിടെ അവകാശം സമ്പാദിച്ച് ഏറ്റവും സന്താന പുഷ്ടിയുള്ളവരായി പെരുകി വന്നു.
യാക്കോബ് മിസ്രൈം ദേശത്ത് വന്നിട്ട് 17 സംവത്സരം ജീവിച്ചിരുന്നു. യാക്കോബിൻ്റെ ആയുഷ്കാലമാകെ 147 സംവത്സരമായിരുന്നു. ഇസ്രായേൽ മരിപ്പാനുള്ള കാലമെടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ യോസേഫിനെ വിളിപ്പിച്ച് അവനോട്, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. എന്നോട് ദയയും വിശ്വസ്തതയും കാണിച്ച് എന്നെ മിസ്രൈമിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊള്ളുമ്പോൾ എന്നെ മിസ്രൈമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു. നിന്റെ കൽപ്പനപ്രകാരം ഞാൻ ചെയ്യാമെന്ന് അവൻ പറഞ്ഞു. എന്നോട് സത്യം ചെയ്യുക എന്ന് അവൻ പറഞ്ഞു. അവൻ സത്യവും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിലിൻ്റെ തലയ്ക്കൽ നമസ്കരിച്ചു. അധ്യായം 48. അനന്തരം യോസേഫിന്, നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നുവെന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനേശ, എഫ്രൈം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് ചെന്നു. നിന്റെ മകൻ യോസേഫ് ഇതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ചു കട്ടിന്മേലിരുന്നു. യാക്കോബ് യോസേഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിൽ ലൂസിൽ വെച്ച് എനിക്ക് പ്രദക്ഷിണായി എന്നെ അനുഗ്രഹിച്ചു. എന്നോട്, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുകി നിന്നെ ജനസമൂഹമാക്കി നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. മിസ്രൈമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് മിസ്രൈം ദേശത്ത് വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനേശയും എഫ്രൈമും എനിക്കുള്ളവർ ആയിരിക്കട്ടെ. രൂബേനും ശിമയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ. ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ. ഞാൻ പതിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് എഫ്രാത്തിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. ഞാൻ അവളെ അവിടെ ബെത്ലഹേം എന്ന എഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു. ഇസ്രായേൽ യോസേഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. ദൈവം എവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാരെന്ന് യോസേഫ് അപ്പനോട് പറഞ്ഞു. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാനവരെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഇസ്രായേലിൻ്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാണുവാൻ വഹിയാതിരുന്നു. അവരെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ നിന്റെ സന്തതിയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. യോസേഫ് അവരെ അവൻ്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്ന് മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ യോസേഫ് എഫ്രൈമിനെ വലങ്കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടങ്കൈക്ക് നേരെയും മനേശ ഇടങ്കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലങ്കൈക്ക് നേരെയുമായി ഇങ്ങനെ 2 പേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ വലങ്കൈ നീട്ടി ഇളയവനായ എഫ്രൈമിൻ്റെ തലയിലും ഇടങ്കൈ മൂത്തവനായ മനേശയുടെ തലയിലുമായി അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വെച്ചു. പിന്നെ അവൻ യോസേഫിനെ അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാരായ അബ്രാഹാമും ഇസാക്കും വഹിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രാഹാമിൻ്റെയും ഇസാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൻ വലങ്കൈ എഫ്രൈമിൻ്റെ തലയിൽ വെച്ചു എന്ന് യോസേഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. അപ്പൻ്റെ കൈ എഫ്രൈമിൻ്റെ തലയിൽ നിന്ന് മനേശയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു. യോസേഫ് അപ്പനോട്, അങ്ങനെയല്ല എൻ്റെ അപ്പ, ഇവനല്ലോ ആദിജാതൻ, ഇവൻ്റെ തലയിൽ വലങ്കൈ വെക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവൻ്റെ സന്തതി ജനസമൂഹമായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രൈമിനെ മനേശയും പോലെ ആക്കുമാറാക്കട്ടെ എന്ന് ഇസ്രായേലർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എഫ്രൈമിനെ മനേശയ്ക്ക് മുൻപാകി. യോസേഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടു പോകും. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. അധ്യായം 49. അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവേൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിൻ്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പേൻ. നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന് മൊഴിക്ക് ചെവി തരുവേൻ. രൂബേനെ, നീ എൻ്റെ ആദിജാതൻ, എൻ്റെ വീര്യവും എൻ്റെ ശക്തിയുടെ ആദിബലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ശ്രേഷ്ഠനാകുകയില്ല. നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാകി. എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ. എന്നുള്ളമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. എൻ മനമേ, അവരുടെ യോഗത്തിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു. തങ്ങളുടെ ചാടത്തിൽ കൂറ്റന്മാരുടെ വരി ഉടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകുക്കുകയും ഇസ്രായേൽ ചിതറുകയും ചെയ്യും. യഹൂദായ സഹോദരന്മാർ നിന്നെ പൊഴുതും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. അപ്പൻ്റെ മക്കൾ നിന്റെ മുൻപിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതിയെ കിടക്കുന്നു. ആറവനെ എഴുന്നേൽപ്പിക്കും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. അവൻ മുന്തിരിവള്ളിയോട് ചെറു കഴുതയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയും കെട്ടുന്നു.
അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നു. അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവൻ്റെ പല്ല് പാലുകൊണ്ട് വെളുത്തുമിരിക്കുന്നു. സെബൂലൂൻ സമുദ്രതീരത്ത് വസിക്കും. അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും. അവൻ്റെ പാർശ്വം സീദോൻ വരെയാകും. ഇസാക്കാർ അസ്ഥിബലമുള്ള കഴുത. അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു. അവൻ ചുമട്ടിന് ചുമൽ കൊടുത്ത് ഒടിയത്തിന് ദാസനായി തീർന്നു. ദാൻ ഏതൊരു ഇസ്രായേൽ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും. പുറത്തു കയറിയവൻ മലർന്നു വീഴും. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. ഗാദോ കവർച്ചപ്പടവനെ ഞെരുക്കും. അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും. ആശേരോ അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത്. അവൻ രാജകീയ സ്വാദുഭോജനം നൽകും. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ. അവൻ ലാവണ്യവാക്കുകൾ സംസാരിക്കുന്നു. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം. നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയിടേൻ്റെ നാമത്താൽ തന്നെ, നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീരെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീരെ ശാശ്വതഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസേഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായൻ്റെ നെറുകയിലും വരും. ബെന്യാമീൻ കടിച്ചു കീർന്ന് ചെന്നായി. രാവിലെ അവൻ ഇരപിടിച്ച് വിഴുങ്ങും. വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. ഇസ്രായേൽ ഗോത്രം 12 ഇവ ആകുന്നു. അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇത് തന്നെ. അവൻ അവരിൽ ഓരോരുത്തന് അവനവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. അവൻ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്തനായ എഫ്രോൻ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരെടുക്കൽ എന്നെ അടക്കണം. കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്തനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാനഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല നിലത്തിലെ ഗുഹയിൽ തന്നെ. അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറായെയും ഇസാക്കിനെയും അവൻ്റെ ഭാര്യ റിബേക്കായും അടക്കി. അവിടെ ഞാൻ ലേയായും അടക്കി. ആ നിലവും അതിലെ ഗുഹയും ഹിത്തിരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു. യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിൽമേലെടുത്ത് വെച്ചിട്ട് പ്രാണനെ വിട്ടു തൻ്റെ ജനത്തോട് ചേർന്നു. അധ്യായം 50. അപ്പോൾ യോസേഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർഗ്ഗം ഇടുവാൻ യോസേഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗ്ഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗ്ഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും. മിസ്രൈമർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസേഫ് ഫറവോൻ്റെ ഗൃഹക്കാരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട്, എൻ്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു. ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നുവെന്ന് ഉണർത്തിപ്പീനെന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസേഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോൻ്റെ ഭൃത്യന്മാരും കോവിൽ അധികാരികളും മിസ്രൈം ദേശത്തിലെ പ്രമാണികളും യോസേഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടേച്ചു പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാനക്കരെയുള്ള ഗോരൻ ആദാദിലെത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. ഇങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഗോരൻ ആദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രൈമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രൈം എന്ന പേരായി. അത് യോർദാനക്കരയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്നതുപോലെ പുത്രന്മാർ അവന് ചെയ്തു. അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്തനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാനഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. യോസേഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവൻ്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയെന്ന് യോസേഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസേഫ് നമ്മെ ദേഷിച്ചു. നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ യോസേഫിനടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു. അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് യോസേഫിനോട് പറവീനെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമെന്ന് പറയിച്ചു. അവർ യോസേഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുൻപാകെ വീണു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകളെന്ന് പറഞ്ഞു. യോസേഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി.
യോസേഫും അവൻ്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസേഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രൈമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. മനീഷയുടെ മകനായ മാഗീറിൻ്റെ മക്കളും യോസേഫിൻ്റെ മടിയിൽ വളർന്നു. അനന്തരം യോസേഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രാഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ എവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗ്ഗം ഇട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു.